മലപ്പുറം വളാഞ്ചേരിയിൽ പോളണ്ട് വില്ലേജ് നിർമ്മിക്കാനൊരുങ്ങി പോളണ്ട് മൂസ. 15 അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകുമെന്നും 1.5 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്നുമാണ് പോളണ്ട് മൂസ ഹാജി പറയുന്നത്. അർഹരായ കുടുംബത്തെ കണ്ടെത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും പോളണ്ട് മൂസ പറഞ്ഞു. സുഗന്ധ വ്യാപാരത്തിൽ 150-ലധികം രാജ്യങ്ങൾ പിന്നിട്ട പോളണ്ട് മൂസയ്ക്ക് ജന്മനാടായ എടയൂരിൽ നാട്ടുകാർ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. മൂസക്കയുടെ സർപ്രൈസ് വളരെ സന്തോഷകരമാണ്. പാവപ്പെട്ട 15 പേർക്ക് മൂസക്ക വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോളണ്ട് വില്ലേജിലേക്കുള്ള അർഹരായ ആളുകളെ കണ്ടെത്താൻ സ്പെഷ്യൽ വാട്സപ്പ് നമ്പർ തുടങ്ങിക്കഴിഞ്ഞു. അർഹനാണ് എന്ന് തോന്നുന്ന ആളുകൾക്കെല്ലാം അർഹതപ്പെട്ട വ്യക്തികളെ ശുപാർശ ചെയ്യുന്നതിനും ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാം. നമ്പർ ഇതാണ്: 62 38 85 20 10. ഒരു പ്രൊഫഷണൽ ഏജൻസിയുടെ സഹായത്തോടെ അപേക്ഷകരിൽ നിന്നും ഏറ്റവും അർഹരായവരെ കണ്ടെത്തുന്നതാണ്. 150 രാജ്യങ്ങളിൽ പിന്നിട്ടപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരും എൻ്റെ നാട്ടുകാരാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലും അല്ലെങ്കിൽ എൻ്റെ ടീമിൻ്റെ മനസ്സിലും എൻ്റെ മകൻ, എൻ്റെ ഫാമിലിൻ്റെ എല്ലാം, എൻ്റെ വൈഫ്, അവരെല്ലാവരും കൂടി മനസ്സിൽ തോന്നിയൊരിതായിരുന്നു ഇവിടുത്തെ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സംഭവം ചെയ്യാൻ എന്നുള്ളത്. എടയൂർ കുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് പരിപാടികൾ നടത്തിയത്. പ്രശസ്ത സിനിമാ താരം ആസിഫ് അലി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. പോളണ്ട് മൂസയെക്കുറിച്ച് ജീവൻ ജോസ് സംവിധാനം ചെയ്ത ഡോക്യുഫിഷൻ സിനിമയുടെ ഔദ്യോഗിക റിലീസും ഈ ചടങ്ങിൽ നടന്നു. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്രാഗ്രൻസ് വേൾഡ് എന്ന പെർഫ്യൂം നിർമ്മാണ കമ്പനിയുടെ സ്ഥാപകനും ചെയർമാനുമാണ് പോളണ്ട് മൂസ. പോളണ്ട് മൂസയുടെ ജീവചരിത്രം ഉൾക്കൊള്ളിച്ച ബുക്കിന്റെ കവർ പ്രകാശനവും വേദിയിൽ നടന്നു. എഴുത്തുകാരൻ സെബിൻ പൗലോസാണ് പുസ്തകം തയ്യാറാക്കുന്നത്. തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകൻ വിധു പ്രതാപും സിനിമാ താരം രമ്യ നന്ദീശനും ചേർന്നൊരുക്കിയ ലൈവ് ബാൻഡ് പെർഫോമൻസും ഉണ്ടായിരുന്നു. ന്യൂസ് 18 മലപ്പുറം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.